എല്ലാം അന്വേഷിച്ചു, കൂടുതൽ പഠിച്ചു. അതിനുശേഷമായി 1 മാസത്തെ സമയം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പോയി. അപ്പം ഇപ്പം ഇന്ന് കാണുന്ന ഒരു അട്രാക്ഷൻ ഒന്നും അന്ന് ആനയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഈ പെരുമുഖം ഉണ്ടായിരുന്നു, തുമ്പി ഉണ്ടായിരുന്നു, ഇങ്ങനെ തരക്കേടില്ലാത്ത കണ്ണിൻ്റെ ഒരു നിറം, ഒരു തേനിൻ്റെ നിറമുണ്ട് ഇവന് കണ്ണിന്. അതൊരു വിശേഷമായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ ഒന്ന് എടുത്തു പറയാവുന്ന, ഇവനെ ആളുകൾ നമ്മൾ അമ്പലപ്പറമ്പിലൊക്കെ അറിയപ്പെടുന്ന അപരനാമം പൂവാലാണ്. അന്നും പൂവാല് തന്നെ, വെളുത്ത രോമേ ഉള്ളൂ. കറുത്ത രോമം നമ്മൾ വളരെ അരിച്ചു പറിക്കാലേ കാണുള്ളൂ. അങ്ങനെയായിരുന്നു. അന്ന് പേര് പൂവാലൻ തന്നെയാണ്. പൂവാലെന്ന് വിളിക്കാറില്ല. അന്ന് വടക്കോട്ടി എന്നതിന് ശേഷം പൂവാലൻ എന്നുള്ള പേര് വന്നത്. വടക്കന്മാരാണ് ഈ പേര് കൊടുത്തത്. പന്തളത്തിനടുത്തുള്ള പത്താംകുറ്റി രാഘവനിൽ നിന്നാണ് ശേഖരനെ കാഞ്ഞിരക്കാട്ടുകാർ സ്വന്തമാക്കുന്നതെങ്കിലും ശേഖരൻ എന്ന ഈ ആനപ്പിറപ്പിൻ്റെ ജീവിതയാത്രയ്ക്കിടയിൽ അതിനോടകം തന്നെ ഒട്ടേറെ രംഗങ്ങൾ ആടിക്കഴിഞ്ഞിരുന്നു. ആനക്കുട്ടിക്ക് ഏതാണ്ട് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ മെമ്പർ നാറാവിള്ള എന്നറിയപ്പെടുന്ന കൊല്ലത്തിനടുത്തുള്ള നാരായണപിള്ളയാണ് ഇവനെ കോന്നി ആനക്കൂട്ടിൽ നിന്നും ലേലത്തിൽ പിടിക്കുന്നത്. ആനക്കൂട്ടിലെ പ്രാഥമിക പാഠങ്ങളും ജീവിതായോധനത്തിനുള്ള വേലകളുമെല്ലാം 10 വയസ്സിനകം തന്നെ പഠിച്ച് തികച്ച് കൂടുവിട്ടിറങ്ങിയ മിടുക്കൻ കുട്ടി ന്യായമായും തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കാട് വിട്ട് നാട്ടുകൂട്ടത്തിൻ്റെ വലയിൽ കുരുങ്ങിയിട്ടുണ്ടാവണം. 10-12 വയസ്സുള്ള ഒരു ആനക്കുട്ടിക്ക് നാട്ടിൽ എന്ത് പണി കിട്ടാനാണ്, എന്ത് പ്രതീക്ഷിക്കാനാണ്? അതെ, നാടായ നാട് മുഴുവൻ നടന്ന് കാലും തലയും ഒരുപോലെ പൊള്ളിപ്പിടഞ്ഞു പോകുന്ന പറയടിക്കൽ പരിപാടിക്കപ്പുറം വല്ലതും പ്രതീക്ഷിക്കാനുണ്ടോ? കൊല്ലത്തും കൊട്ടാരക്കരയിലുമൊക്കെ കുറേ കാലം അങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്നതിനിടയിൽ എപ്പോഴോ അവൻ അവിടെ നിന്ന് കച്ചവടമായി വടക്കൻ നാട്ടിലേക്ക് വണ്ടി കയറി. പൂരനഗരിയുടെ ചുറ്റുവട്ടങ്ങളിൽ എവിടേക്കോ ആണ് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നറിഞ്ഞപ്പോൾ തൃശൂർ പൂരവും ആറാട്ടുപുഴ പൂരവും പിന്നെ മേളപ്പെരുക്കങ്ങളുമൊക്കെ ആനക്കുട്ടിയും സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ ആ നിലപാട് തറകളിലേക്ക് വലതുകാൽ വെച്ച് കയറി നിന്ന് തല ഉയർത്തിപ്പിടിക്കാനുള്ള അവസരം തന്നെയും ഒരിക്കൽ മാടി വിളിച്ചേക്കുമെന്ന് ആ കുട്ടിക്കൊമ്പൻ സങ്കല്പിച്ചു കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ചെന്നിറങ്ങിയപ്പോഴല്ലേ വരുംകാല വസന്തങ്ങളുടെ സുവർണഭൂമിയിലേക്കല്ല, മറിച്ച് സ്വപ്നങ്ങളുടെ പട്ടടയിലേക്കും കുറേ പാഴ്മരങ്ങളുടെ ശവപ്പറമ്പിലേക്കുമാണ് താൻ എടുത്തെറിയപ്പെട്ടിരിക്കുന്നതെന്ന വസ്തുത അവനൊരു ഞെട്ടലോടെ തിരിച്ചറിയുന്നത്. റോഡരികിലുള്ള ഒരു തടിമില്ലിൽ സെല്ലുലാർ ജയിലിലെ ഒരു ഏകാന്ത തടവുകാരനെ പോലെ അലക്കാതെ കുളിക്കാതെ അഴുക്കിലും മെഴുക്കിലും ആകെ കുഴഞ്ഞു പുരണ്ടു നിൽക്കുന്ന ഒരശ്രീകര കോലം. അതായിരുന്നു അവൻ്റെ അന്നത്തെ അവസ്ഥ. ഏകാന്ത തടവിൻ്റെ വിഹുലതകൾ, അല്ലെങ്കിൽ ആശിച്ചതൊന്നും എത്തിപ്പിടിക്കാനാവാതെ വന്നപ്പോഴുണ്ടായ കടുത്ത നൈരാശ്യം. പോകെ ആനച്ചെറുക്കൻ്റെ കയ്യിലിരിപ്പ് മഹാപെശകായി തുടങ്ങി. വഴക്കും വക്കാണവും കൂടെയുള്ള കൈവിട്ടോട്ടങ്ങളും. ഇടയ്ക്കെപ്പോഴോ കലി അതിൻ്റെ ഉച്ചിയിൽ കത്തിയ നേരത്ത് ആരോ ഒരാൾ ഇവൻ്റെ കയ്യാൽ അപായപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഇല്ലാതില്ല. അന്നൊക്കെ ആനയുടെ മതപ്പാട് കൃത്യം ഉത്സവകാലത്ത് തന്നെ ആയിരുന്നെന്നും പറയപ്പെടുന്നു. കുന്നംകുളത്തെ മില്ലിൽ നിന്നും പിന്നെ നടക്കൽ വർക്കി എന്നൊരാളാണ് അവനെ മേടിക്കുന്നത്. നടക്കൽ വർക്കിയിൽ നിന്നും പത്താംകുറ്റി രാഘവനിലേക്കും എത്തി. പത്താംകുറ്റി രാഘവനിൽ നിന്നും ഗണപതി ആനയുടെ പിൻഗാമി എന്ന നിലയിൽ കാഞ്ഞിരക്കാട്ടേക്ക് എത്തിയതോടെയാണ് ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുകയും ചെയ്തത്. ഒരു കുടുംബക്ഷേത്രമുണ്ട്, ഗണപതി മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ സ്വതവേ അപൂർവമാണ്. ഗണപതി ഉപദേവമായിട്ടാണ് സാധാരണ വരും അധിക ക്ഷേത്രങ്ങളിൽ. ഇത് മുഖ്യമായിട്ടും ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ഒരു ജലാശയമുണ്ട്, ആ ജലാശയത്തിൻ്റെ ഉള്ളിലായിരുന്നു, എന്നിട്ടെടുത്ത് കരയ്ക്ക് പ്രതിഷ്ഠിച്ചു എന്നാണ് സങ്കല്പം. അപ്പോൾ ആ ജലാശയത്തിൽ ഇപ്പോഴും നമ്മൾ പറയുക ഒരു പ്രത്യേക പ്രദേശത്ത് അവിടെ കരിമുണ്ടൻ തേവരുണ്ട് എന്ന് പറയും. അങ്ങനെയായിരുന്നു ഇവിടുത്തെ നാട്ടിൽ. അപ്പോൾ ആളുകൾ അങ്ങോട്ട് നീന്തണം, അവിടെ പോകുന്നുണ്ട്, അവിടെ കരിമുണ്ടൻ തേവരുണ്ട് പറയും. കരിമുണ്ടൻ തേവർ കരി മീൻസ് ആനയാണ്. അപ്പോൾ ഗണപതി ആനയാണല്ലോ, അതുകൊണ്ടായിരിക്കും ആ എന്താ പറയുക ചരിത്രാതി എന്ന് പറയാം. അത്ര മുമ്പ് നമുക്ക് ഈ ക്ഷേത്രമുണ്ട്, ആനയുണ്ട്. അങ്ങനെ 3 ആനകളുടെ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ അച്ഛൻ ആദ്യം ആനയെ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആന കാലടിയും. അന്ന് ഞാനിപ്പോഴും ഓർക്കണം, അതിന് അന്നത്തെ വില 4500 രൂപയാണ്.
അന്നത്തെ വില. അതെ, അങ്ങനെ വാങ്ങിച്ചുകൊണ്ടുവന്നു. പിന്നെ ഒരുപാട് ആനകൾ കോന്നി കൂട്ടിന്ന് കഷ്ടിച്ച് പുറത്തിറക്കിയ ആന, ഒരു വടിയങ്ങൾ നീട്ടി കൊടുത്ത ആന തുമ്പി കൊണ്ടുവരുമ്പോൾ പിടിക്കും, നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരുപാട് ആനകൾ മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നാടനാന സ്വതേ അപൂർവമാണല്ലോ. അപ്പോൾ ആ നാടനാനയുടെ ഒരു തികഞ്ഞ ആനയാണെന്ന് പറയും. പിന്നെ കൊമ്പിൻ്റെ വണ്ണം ഇത്രയുള്ള ആന ഇപ്പോൾ ഉണ്ടെന്ന് തോന്നില്ല. ആ കൊമ്പ് വണ്ണമുണ്ട്. പിന്നെ തുമ്പിയുടെ നീളം, കണ്ണിൻ്റെ തേൻനിറം, ചെവി അടിക്കുമ്പോഴുള്ള ആ ശബ്ദം, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടേറെ സവിശേഷതകൾ പലതും പറയാവുന്ന. അതെ. പിന്നെ ഗണപതി ആനയുടെ കാര്യം പറഞ്ഞ പോലെ വാലിൻ്റെ രോമം വെളുത്തിട്ടാണ്, അതുകൊണ്ടൊരു പേരും. പിന്നെ സ്വഭാവം ഒരു നിലവാരപ്പെട്ട ശാന്ത സ്വഭാവമാണ്. ഒരു തരത്തിലും ഒരു പ്രശ്നം ഇതുവരെ ആന ഉണ്ടാക്കിയിട്ടില്ല. കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാത്തവനാണ് ഉണ്ടാക്കിയിട്ടില്ല. കനത്ത കൊമ്പുകൾ, കനപ്പിച്ചുള്ള നോട്ടം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അടി പൊട്ടിക്കുന്നവനെന്ന് തോന്നിപ്പിക്കുന്ന മട്ടും ഭാവവും, ഇതൊക്കെയാവാം ഈ ആനക്കരുത്തൻ. പക്ഷേ കൊമ്പൻ മീശയും പിരിച്ചുവെച്ച് കയ്യിലിരിക്കുന്ന കൊച്ചുപിച്ചാത്തിയുടെ ബലത്തിൽ നാട്ടുകാരെ വിറപ്പിക്കുമെങ്കിലും ഇരുട്ട് വീണാൽ വീടിന് വെളിയിലിറങ്ങി ഇത്തിരി മൂത്രമൊഴിക്കാൻ വരെ പെമ്പറന്നോത്തി ചൂട്ടും കത്തിച്ച് കൂട്ടുചെല്ലണമെന്ന് പറയുന്ന ചില പാവം ചട്ടമ്പികളെ പോലെയാണ് കാഞ്ഞിരക്കാട്ട് ശേഖരൻ്റെ കാര്യം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മിമിക്രിക്കാർ ബാബു നമ്പൂതിരിയെ അനുകരിച്ച് കാട്ടും പോലുള്ള ഒരു സാത്വിക പരബ്രഹ്മം. കുന്നംകുളത്ത് വെച്ച് അത്യാവശ്യം ചവിട്ടും തൊഴിയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്പൂതിരി തറവാട്ടിലെത്തി അക്ഷരശ്ലോകങ്ങളുടെയും കഥകളി പദങ്ങളുടെയും സാത്വിക വഴികളിലേക്ക് ചേക്കേറിയതോടെ അവനും കലാപത്തിൻ്റെ കത്തി വഴിയിലുപേക്ഷിച്ച് സമാധാനത്തിൻ്റെ സാളഗ്രാമം കയ്യിലെടുത്തിട്ടുണ്ടാവും. ചേട്ടൻ ഇവൻ്റെ കൂടെ കയറിയിട്ട് എത്ര വർഷമായി? ഈ ആന വാങ്ങിയപ്പോൾ ഇവിടെ എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ മെയിൻ ആള്. ചേട്ടൻ അച്ഛനായിരുന്നു അതെ. അതെ, അതിനുശേഷം ചേട്ടനും വന്നു? അല്ല, ഞങ്ങൾ ഒന്നിച്ച് തന്നെ. അതെ, അച്ഛനാണ് ഇപ്പോഴും ഉത്തരവാദിത്വം. മരിച്ചു പോയെങ്കിലും അച്ഛനാണ് തോട്ടിയും പടിയും വാങ്ങിയിരിക്കുന്നത്. ആണ്, അന്ന് മുതലാണ് കൂടെ കൊണ്ട് നടക്കുന്നു. ഈ ആനയുടെ ചുമതല അച്ഛൻ ഏൽപ്പിച്ച അവസാനം സ്വന്തമായിട്ട് കൊണ്ട് നടക്കുന്ന സമയമുണ്ടല്ലോ, അച്ഛൻ ഇവനെ കുറിച്ച് എന്തായിരിക്കണം ഇവനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവന്റെ ആനയെ നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാൽ ഇവന് നന്നായിരിക്കും? അങ്ങനെ ഇവനെ പറ്റി അച്ഛൻ എന്താ? ഇവനെ പറ്റി ഉള്ളത് സ്വയമേ ഒരു പേടി സ്വഭാവം കാണിക്കും. അപ്പം നമ്മൾ ഇതിനെ സ്നേഹത്തോട് പെരുമാറുമല്ലാതെ ഈ തല്ലിയോ അല്ലെ അങ്ങനെ രീതി നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ലാത്തൊരു മുതലാണ്. എപ്പോഴും ഇതിനൊരു പേടിയില്ലാത്ത രീതി നമ്മൾ കൈകാര്യം ചെയ്യാനേ ഇതിനെ കൊണ്ട് പറ്റുള്ളൂ. അടിച്ചു തോൽപ്പിക്കാം അല്ലെങ്കിൽ അടിച്ചനുസരിപ്പിക്കാം എന്നുള്ള കാര്യം. അപ്പോൾ ആന പറയ്ക്കുള്ളൂ എന്ന്. അത് ഇങ്ങോട്ട് വരാൻ പറയണത് അങ്ങോട്ട് പോവുള്ളൂ, ഇങ്ങോട്ട് വരില്ല. അപ്പം ആ ഒരു പേടി രീതിയാണ് ഈ ആന. അപ്പം അതുകൊണ്ട് ഒരുവിധം പ്രായത്തോട് കൂടിയുള്ളവരല്ലാണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആകെ മെനകടാവുന്നു. ഇപ്പോഴത്തെ ഈ ചോരത്തിലപ്പോയിട്ടുള്ള പുതിയ ചെറുപ്പക്കാരെ ഇതുമായിട്ട് ചേർന്നൊന്നും വരില്ല. എന്താ ജാനക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത രീതി ആനെ കാണിക്കും. അപ്പം നമ്മൾ ഭേദം ചെയ്യും. അപ്പം കൂടുള്ളൂ കുറയും. ഇപ്പോൾ പേടിയാണ് ഇവൻ്റെ മുഖമുദ്ര, പ്രത്യേകിച്ചും കൂട്ടാനകളോട്. കുറച്ചു കാലം മുമ്പ് വടക്കൻ നാട്ടിൽ വെച്ച് ക്രാങ്ങാട്ടെ ഒരു ഇടത്തരം ആന ദേഹത്തൊന്ന് കൈവച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ കൂട്ടാന പേടി. അന്ന് വലിയ വായിൽ അയ്യോ പത്തോ വിളിച്ച് കുറേ ദൂരം അന്തം വിട്ട ഓട്ടമോടി. ഇപ്പോൾ വലിയ ഉത്സവങ്ങളിലൊക്കെ മണിക്കൂറുകൾ നീണ്ട എഴുന്നള്ളിപ്പിന് ശേഷം ഒന്ന് തൊണ്ട നനയ്ക്കാനും ദേഹമൊന്ന് നനയ്ക്കാനും പൈപ്പിൻ ചുവട്ടിൽ ആനകൾ തിക്കിത്തിരക്കുമ്പോൾ പൂവാലൻ ഗാന്ധിയൻ മെല്ലെ പിന്നോട്ട് മാറി.